യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും മഹത്തായ പുസ്തകമായ വിശുദ്ധ ബൈബിളിനെ കുറിച്ചാണ്. ഈ വീഡിയോ ബൈബിളിലെ ഓരോ പുസ്തകങ്ങളെക്കുറിച്ചും ചുരുക്കത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. ആദ്യം നമ്മൾ അറിയേണ്ടത് ബൈബിൾ ഒരു സാധാരണ പുസ്തകമല്ല, ദൈവം മനുഷ്യരോട് സംസാരിച്ച ദൈവത്തിന്റെ വചനങ്ങളാണ്. അതിനാൽ ബൈബിളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ബൈബിളിന്റെ പ്രമേയം രക്ഷയാണ് എന്നു പറഞ്ഞാൽ ബൈബിളിനെ മുഴുവൻ കോർത്തിണക്കുന്ന ഒരു ചരട് രക്ഷയാണ്. എന്തിൽ നിന്നുള്ള രക്ഷ? നിത്യജീവന് വേണ്ടിയുള്ള രക്ഷ. അതായത് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവത്തിന്റെ ക്ഷമ സ്വീകരിച്ച് മഹത്വവും അക്ഷയത്വവും നിത്യതയും പ്രാപിക്കാനുള്ള അമൂല്യമായ വെളിപാടുകളാണ് ബൈബിളിന്റെ പ്രമേയം. ഈ ഗ്രന്ഥത്തിന്റെ സവിശേഷത 2200-ലധികം ഭാഷകളിലേക്ക് ബൈബിൾ തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഗ്രന്ഥം എഴുതപ്പെട്ടത് ഏതാണ്ട് 1500 വർഷങ്ങൾ കൊണ്ടാണ്. ദ ബുക്ക് എന്നാണ് ബൈബിളിന്റെ അർത്ഥമെങ്കിലും യഥാർത്ഥത്തിൽ ബൈബിൾ എന്ന് പറയുന്നത് 73 പുസ്തകങ്ങളുടെ സമാഹാരമാണ്. ബൈബിളിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പഴയ നിയമം. ഇതിൽ ലോകസൃഷ്ടി മുതൽ അബ്രഹാം, മോശ, ദാവീദ്, പ്രവാചകന്മാർ എന്നിവരുടെ ജീവിതം കൂടാതെ ദൈവം മനുഷ്യരോട് ചെയ്ത നിയമങ്ങളും വാഗ്ദാനങ്ങളും കാണാൻ കഴിയും. അതുപോലെ തന്നെ രക്ഷകനായ യേശുവിന്റെ വരവിന് എങ്ങനെയാണ് വഴിയൊരുക്കിയതെന്നും പഴയ നിയമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായി പുതിയ നിയമം. യേശുവിന്റെ ജീവിതം, ഉപദേശങ്ങൾ, മരണം, പുനരുത്ഥാനം ഇവയിലൂടെ ദൈവത്തിന്റെ വാഗ്ദാനം ക്രിസ്തുവിലൂടെ എങ്ങനെ നിറവേറപ്പെട്ടുവെന്ന് കാണാൻ സാധിക്കും. കൂടാതെ യേശുവിന്റെ സന്ദേശം അപ്പോസ്തലന്മാർ ലോകമെങ്ങും പ്രചരിപ്പിച്ചതും പുതിയ നിയമത്തിൽ കാണാൻ കഴിയും. പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങൾ ചർച്ച ചെയ്യുന്നത് 2000 വർഷത്തെ ഇസ്രയേൽ എന്ന ജനതയുടെ ചരിത്രമാണ്. ഉൽപ്പത്തി 1 മുതൽ 11 വരെ ഇസ്രയേലിന്റെ ചരിത്രം ആരംഭിക്കുന്നതിനു മുമ്പുള്ള ചരിത്രമാണ്. അത് ചരിത്രാതീത കാലം എന്നാണ് അറിയപ്പെടുന്നത്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ ചർച്ച ചെയ്യുന്നത് 100 വർഷത്തെ ചരിത്രമാണ്. അങ്ങനെ ബൈബിൾ കവർ ചെയ്യുന്നത് ഏതാണ്ട് 2100 വർഷത്തെ ചരിത്രമാണ്. ബൈബിൾ എഴുതപ്പെട്ടത് 3 ഭാഷകളിലാണ്: ഹീബ്രു, അരമായിക്, ഗ്രീക്ക്. അതിൽ പഴയ നിയമം എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണ്. ഈജിപ്ത് ഭരിച്ചിരുന്ന ടോളമികളുടെ കാലത്ത് ഹെബ്രായ ഭാഷയിലുണ്ടായിരുന്ന പഴയ നിയമത്തെ, തോറയെ, ഗ്രീക്കിലേക്ക് തർജ്ജിമ ചെയ്തതിന്റെ പേരാണ് സെപ്തുജിന്ത് വിവർത്തനം. ഏകദേശം 72 ബൈബിൾ പണ്ഡിതന്മാർ ചേർന്നാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ആദിമസഭ തങ്ങളുടെ ബൈബിളായി ഉപയോഗിച്ചിരുന്നത് സെപ്തുജിന്താണ്. ആ സെപ്തുജിന്തിൽ പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങളാണ് ഉള്ളത്. എന്നാൽ പാലസ്തീനയിലെ യഹൂദർ ഉപയോഗിച്ചിരുന്ന കാനാനിൽ 39 പുസ്തകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ സെപ്തുജിന്താണ് കത്തോലിക്ക സഭ ഔദ്യോഗികമായി കാനനായി സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ദൈവം പരിശുദ്ധാത്മാവിലൂടെ മനുഷ്യരെ ഉപയോഗിച്ച് തന്റെ വചനങ്ങൾ എഴുതിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് അതിന്റെ യഥാർത്ഥ എഴുത്തുകാരൻ. ഈ ഗ്രന്ഥകാരന്മാരിൽ രാജാക്കന്മാരുണ്ട്, പട്ടാളക്കാരുണ്ട്, കർഷകരുണ്ട്, തത്വജ്ഞാനികളുണ്ട്, മുക്കുവന്മാരുണ്ട്, ചുങ്കക്കാരുണ്ട്, കവികളുണ്ട്, സംഗീതജ്ഞന്മാരുണ്ട്. ഇങ്ങനെ 3 ഭൂഖണ്ഡങ്ങളായ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലിരുന്ന് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ഭാഷകളിൽ എഴുതിയ പുസ്തകങ്ങളെല്ലാം കൂടി ശേഖരിച്ച് ദൈവാത്മാവിന്റെ പ്രചോദനത്താൽ സഭ ഒരുമിച്ച് ചേർത്തപ്പോൾ ഒരൊറ്റ പുസ്തകമായ ബൈബിളായി. ഈ വചനത്തിൽ വ്യത്യസ്തങ്ങളായ സാഹിത്യ രീതികളുണ്ട്. അതായത് കവിത, ചരിത്ര വ്യാഖ്യാനങ്ങൾ, സംഗീതം, പ്രണയം, പ്രബോധന രേഖകൾ, വ്യക്തിപരമായ കത്തുകളുടെ രൂപത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളുണ്ട്, ഓർമ്മക്കുറിപ്പുകളുണ്ട്, ആക്ഷേപഹാസ്യമുണ്ട്, ജീവചരിത്രമുണ്ട്, ആത്മകഥയുണ്ട്, നിയമമുണ്ട്, പ്രവചനമുണ്ട്, ഉപമയുണ്ട്, ഉൽപ്രേക്ഷയുണ്ട്. അതായത് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ സാഹിത്യ രൂപങ്ങളും ബൈബിളിൽ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ബൈബിൾ ഒരാൾ വായിച്ചു തീരുമ്പോൾ അയാൾ എത്തിച്ചേരുന്നത് ഒരു പിടി ആശയങ്ങളിലേക്കല്ല, ഒരാളിലേക്കാണ്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നു പറഞ്ഞാൽ ക്രിസ്തു എന്ന വ്യക്തിയിലേക്ക് നയിക്കുന്ന രചനകളാണ് ബൈബിളിലെ 73 പുസ്തകങ്ങളും. അതിനാൽ ഈ 73 പുസ്തകങ്ങളിലും യേശുവിനെ കണ്ടെത്താൻ കഴിയും. അതായത് യേശു എന്ന ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ പിറവികൊള്ളുന്നതിന് 1500 വർഷം മുമ്പ് മുതൽ അവന്റെ ജനനത്തെക്കുറിച്ച് പ്രവചിക്കപ്പെട്ടതിന്റെ രചനകളാണ്. അതിന്റെ ആകെ തുകയാണ് ബൈബിൾ മുഴുവനും. ഇനി ഉൽപ്പത്തി മുതൽ മലാക്കി വരെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഉൽപ്പത്തി പുസ്തകം ബൈബിളിലെ ആദ്യ പുസ്തകം എന്നതിനപ്പുറത്ത് അതിനെ വിളിക്കുന്നത് ഫൗണ്ടേഷൻ ബുക്ക് എന്നാണ്.
അതായത് മുഴുവൻ രക്ഷാകര പദ്ധതിയുടെയും അടിത്തറ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം വിവരിക്കുന്നത് ആദം മുതൽ ജോസഫ് വരെയുള്ള പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമാണ്. 1-ാമത്തെ അധ്യായത്തിൽ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ മേൽ ദൈവം ജീവശ്വാസം നൽകി, ആത്മാവ് നൽകി. എന്നാൽ ദൈവം സ്വന്തമാക്കിയ മനുഷ്യൻ ദൈവത്തെക്കാൾ കൂടുതൽ പിശാചിനെ വിശ്വസിക്കുകയും പിശാച് പറഞ്ഞു കേട്ട വാക്കുകൾ അനുസരിച്ച് പാപം ചെയ്യുകയും ചെയ്തു. എന്താണ് പാപം എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പദ്ധതിയെക്കാളും പിശാചിന്റെ പദ്ധതിയെ വിശ്വസിക്കുകയും മനുഷ്യനോട് ദൈവത്തെ പോലെ ആകാമെന്ന് പിശാചു വാഗ്ദാനം ചെയ്തപ്പോൾ അതിനെ സ്വീകരിക്കുകയും ചെയ്ത് അനുസരണക്കേട് കാണിച്ചതാണ് പാപം. പിന്നീട് ഈ പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് കഴിയാത്തതുകൊണ്ട് ദൈവം തന്റെ പുത്രനെ നൽകി ഈ പാപത്തിന് പരിഹാരം ചെയ്തു. അങ്ങനെ ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായ ആദം, മക്കൾ കായേനും ആബേലും. ആബേൽ കൊല്ലപ്പെട്ടു, കായേൻ പലായനം ചെയ്തു. പിന്നീട് ആദത്തിന്റെ സന്തതി പരമ്പര ദൈവം തിരഞ്ഞെടുത്ത ഒരു ജനതയായിട്ട് മുന്നോട്ടു പോകുന്നത് ആദത്തിന്റെ മറ്റൊരു മകനായ സേത്തിന്റെ പരമ്പരയിലൂടെയാണ്. തുടർന്ന് സേത്തിന്റെ പരമ്പരയിൽ നിന്ന് കാണുന്ന പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് നോഹ. ഭൂമിയിൽ പാപം പെരുകിയപ്പോൾ പ്രളയം വഴി ലോകത്തെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. എന്നാൽ നല്ലവനായ നോഹയെ ദൈവം തെരഞ്ഞെടുത്തു. അങ്ങനെ നോഹ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു വലിയ പെട്ടകമുണ്ടാക്കി. അതിനുശേഷം നോഹയും കുടുംബവും ഓരോ ജോഡി പക്ഷി മൃഗാദികളും പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ചു. പിന്നീട് പ്രളയം തുടങ്ങി. 40 രാവും പകലും മഴ പെയ്യിച്ച് പെട്ടകത്തിന് പുറത്തുണ്ടായിരുന്നതെല്ലാം ദൈവം നശിപ്പിച്ചു. ആ നോഹയുടെ 3 മക്കളാണ് ഷേം, ഹാം, യാഫത്ത്. പിന്നീട് നമ്മൾ ബാബേൽ ഗോപുരം കാണും. അതുവഴി ജനതകളായിട്ട് എങ്ങനെ വ്യാപിക്കുന്നു എന്ന് മനസ്സിലാകും. നോഹയുടെ 3 മക്കളിൽ ഷേമിന്റെ പരമ്പരയാണ് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായി മാറുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ബാബിലോണിലെ ഊർ എന്ന പട്ടണത്തിൽ നിന്ന് ദൈവം അബ്രഹാത്തെ വിളിക്കുന്നു. അങ്ങനെ അബ്രഹാത്തെ വിളിച്ച് നിന്നെ ഒരു ജനതയാക്കി മാറ്റാം, കാനാൻ ദേശം അവകാശമായി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം അബ്രഹാത്തെ വിളിക്കുന്നത്. ദൈവം വിളിക്കുന്ന സമയത്ത് അബ്രഹാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. പിന്നീട് അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് എന്ന മകൻ ജനിക്കുന്നത്. തുടർന്ന് നമുക്ക് കാണാൻ കഴിയും, അബ്രഹാമിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ വേണ്ടി ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെട്ടു. അബ്രഹാം അതിന് തയ്യാറായി. അതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ അബ്രഹാത്തെ ദൈവം വിളിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ അബ്രഹാം കാനാൻ ദേശത്ത് മരണം വരെ ഒരു പരദേശിയായിട്ടാണ് ജീവിച്ചത്. കൂടാരങ്ങളിലാണ് ജീവിച്ചത്. അബ്രഹാത്തിന് ആ ദേശം സ്വന്തമായില്ല. പക്ഷേ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് പ്രത്യാശയോടെ കാത്തിരുന്നു. അബ്രഹാം മരണപ്പെട്ടു. അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്. യാക്കോബിന് 12 മക്കളാണ്. അതിലെ ഒരാളാണ് ജോസഫ്. ജോസഫിന്റെ ചരിത്രം വരെയാണ് ഉൽപ്പത്തി. ജോസഫിനെ അടിമയായി ഈജിപ്തുകാർക്ക് സഹോദരങ്ങൾ വിറ്റതായിരുന്നു. പിന്നീട് ജോസഫ് അവിടുത്തെ ഭരണാധികാരിയായി. ക്ഷാമമായപ്പോൾ യാക്കോബിന്റെ 12 മക്കളിൽ ബാക്കി 11 പേരെയും ജോസഫ് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. അവർ അവിടെ താമസിച്ചു. ജോസഫിന്റെ മരണത്തിന് ശേഷം ജോസഫിനെ അറിയാത്ത ഒരു ഫറവോ അധികാരത്തിൽ വരികയും അങ്ങനെ അവർ 4 നൂറ്റാണ്ട് ഏതാണ്ട് 400 വർഷം അടിമകളായി ജീവിക്കുകയും ചെയ്തു. പുറപ്പാട് മുതൽ നമ്മൾ കാണുന്നത് അങ്ങനെ 12 ഗോത്രങ്ങൾ അടിമകളായിട്ട് ജീവിക്കുമ്പോൾ ദൈവം മോശയെ തിരഞ്ഞെടുക്കുകയാണ്. മോശയും അദ്ദേഹത്തിന്റെ സഹോദരനായ അഹ്റോനും നേതൃത്വം കൊടുത്ത് അവർ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ 40 വർഷം യാത്ര ചെയ്ത് അവർ കാനാൻ ദേശത്ത് എത്തിച്ചേരുന്ന ചരിത്രമാണ് പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ ഗ്രന്ഥങ്ങളെ ഒരുമിച്ച് വിളിക്കുന്നത് പഞ്ചഗ്രന്ഥി എന്നാണ്. ഇത് മോശ എഴുതി എന്നാണ് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത്. തുടർന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്, 1-2 സാമുവേൽ, 1-2 രാജാക്കന്മാർ, 1-2 ദിനവൃത്താന്തം. ഇത്രയും ഒരു യൂണിറ്റാണ്. എന്താണ് അവിടെ പറയുന്നത്? മോശയുടെ മരണത്തിന് ശേഷം ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശം അവർ പരിപൂർണമായി കൈവശപ്പെടുത്തുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നീട് അവരെ പല അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനായി ദൈവം ന്യായാധിപന്മാരെ തിരഞ്ഞെടുക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ തന്നെ നടക്കുന്ന ഒരു കഥയാണ് റൂത്തിന്റെ കഥ. പിന്നീട് നോർത്തും സൗത്തുമായി 2 രാജ്യമായി മാറുന്നത്, നോർത്ത് വിഗ്രഹാരാധനയിലേക്ക് പോകുന്നത്, അങ്ങനെ 2 രാജ്യങ്ങളും നശിപ്പിക്കപ്പെട്ട് പ്രവാസത്തിലേക്ക് പോകുന്നത്. ഇനി ഓരോന്നായി വിശദീകരിച്ച് പഠിക്കാം.
ഒന്നാമതായി ജോഷുവയുടെ പുസ്തകം. ജോഷുവയുടെ നേതൃത്വത്തിൽ അവർ ആദ്യം പിടിച്ചെടുക്കുന്ന പട്ടണമാണ് ജെറീക്കോ. ജെറീക്കോ എന്ന് പറയുന്നത് കാനാൻ ദേശത്തിന്റെ മധ്യഭാഗത്തുള്ള ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഒരു സിറ്റിയാണ്. ജോഷുവയുടെ നേതൃത്വത്തിൽ അവർ നേരെ പോകുന്നത് ജോർദാൻ കടന്ന് ആദ്യം ജെറീക്കോ കീഴടക്കുന്നു. പിന്നീട് അവർ ഇടത്തോട്ടും വലത്തോട്ടും പോയി മറ്റു ദേശങ്ങളെ കീഴടക്കുന്നു. ശേഷം 12 ഗോത്രങ്ങൾക്കായി വിഭജിച്ചു കൊടുക്കുന്നു. ഇതാണ് ജോഷുവയുടെ ഗ്രന്ഥം. ഇനി ന്യായാധിപന്മാരെന്ന് പറയുന്നത് കാനാൻ ദേശത്ത് അവർ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വ്യത്യസ്തങ്ങളായ മറ്റു ജനതകളിൽ നിന്ന് എതിർപ്പുണ്ടായി. ഉദാഹരണത്തിന് ഫിലിസ്ത്യർ, മൊവാബ്യർ, അമോന്യർ, അമലേക്യർ തുടങ്ങിയ ആ ദേശത്തുണ്ടായിരുന്ന മറ്റു ജനതകൾ ഇസ്രായേൽക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഓരോ പ്രദേശത്തും അവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ആളുകളാണ് ന്യായാധിപന്മാർ. അവർ ഇസ്രായേൽ മുഴുവന്റെയും നേതാക്കന്മാരല്ല, മറിച്ച് ചില പ്രത്യേക പ്രദേശത്തിന്റെ മാത്രം. ആമോസിന്റെ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു സൂചനയുണ്ട്. ഇസ്രായേൽക്കാർ കാനാൻ ദേശത്ത് പ്രവേശിച്ച അതേ സമയത്ത് തന്നെ ദൈവം മറ്റൊരു സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്തേക്ക് വേറൊരു ജനതയും കൊണ്ടുവന്നിരുന്നു. ആ ജനതയുടെ പേരാണ് ഫിലിസ്ത്യർ. കാരണം ഇസ്രായേൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിച്ചാൽ ഫിലിസ്ത്യർ അവരെ ആക്രമിക്കാൻ വരുന്നത് കാണാൻ കഴിയും. ശത്രു വന്ന് ഇവരെ ആക്രമിക്കുമ്പോൾ അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു. അപ്പോൾ ദൈവം എന്തു ചെയ്യുന്നു? ന്യായാധിപനായി ഒരാളെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ അയാൾ വന്ന് ശത്രുവിനോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കുന്നു. ഇതാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തുടർന്ന് റൂത്തിന്റെ പുസ്തകം. മനോഹരമായ ഒരു കഥയാണിത്. വിജാതിയായ ഒരു സ്ത്രീയുടെ ചരിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം, ന്യായാധിപന്മാരുടെ കാലത്ത് നടന്ന ഒരു സംഭവമാണിത്. രണ്ടാമത്തേത്, സാമുവേലിന്റെ പുസ്തകത്തിന്റെയും ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെയും ഇടയിൽ റൂത്തിന്റെ പുസ്തകം വച്ചിരിക്കുന്നതിന്റെ കാരണം റൂത്തിന്റെ പുസ്തകം എഴുതിയത് സാമുവേലാണെന്ന് ഒരു അഭിപ്രായമുണ്ട്. സാമുവേൽ എന്തിനാണ് ഈ റൂത്തിന്റെ കഥ അവതരിപ്പിച്ചത് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ബൈബിള് പഠിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഉത്തരം ഇതാണ്. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് സാവൂളാണ്. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട സാവൂളിൽ നിന്ന് ബേത്ലഹേംകാരനായ യൂദാ ഗോത്രത്തിൽപ്പെട്ട ദാവീദിലേക്ക് ലീഡർഷിപ്പ് മാറാൻ പോകുകയാണ്. സാവൂളിൽ നിന്ന് ദാവീദിലേക്ക്. അപ്പോൾ ബെഞ്ചമിൻ ഗോത്രത്തിന്റെ അധപതനവും യൂദാ ഗോത്രത്തിലെ ബേത്ലഹേമിന്റെ ഐശ്വര്യവും പ്രതിപാദിക്കാൻ ദൈവം സാമുവേലിനെ കൊണ്ട് എഴുതിച്ചതാണ് റൂത്തിന്റെ പുസ്തകം എന്നൊരു അഭിപ്രായമുണ്ട്. ഇനി റൂത്തിന്റെ പുസ്തകം നമുക്ക് പ്രധാനപ്പെട്ടതായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഈശോമിശിഹായുടെ വലിയ മുതുമുത്തശ്ശിയാണ് റൂത്ത്. അടുത്തത് സാമുവേലിന്റെ പുസ്തകം. സാമുവേൽ എന്ന അവസാനത്തെ ന്യായാധിപൻ മുതൽ ദാവീദിന്റെ കാലഘട്ടം വരെ 1500 വർഷത്തെ ചരിത്രമാണ് സാമുവേലിന്റെ പുസ്തകം വിവരിക്കുന്നത്. അതായത് അവസാനത്തെ ന്യായാധിപനായ സാമുവേലിന്റെ കാലത്ത് ജനം രാജാവിനായി മുറവിളി കൂട്ടുന്നു. ദൈവം അതിന് അനുവാദം കൊടുക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് സാവൂളിനെ അഭിഷേകം ചെയ്യുന്നു. സാവൂൾ ദൈവകൽപ്പനകൾ ലംഘിക്കുന്നു. തുടർന്ന് സാവൂളിനെ ദൈവം തിരസ്കരിക്കുന്നു. ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ ദാവീദ് രാജാവായി മാറുന്നു. തുടർന്ന് രാജാക്കന്മാരുടെ 1ഉം 2ഉം പുസ്തകങ്ങൾ വിവരിക്കുന്നത് ഇസ്രായേൽ എങ്ങനെ അധപ്പതിച്ച് പ്രവാസത്തിലെത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത എങ്ങനെ പ്രവാസത്തിലെത്തി എന്നാണ്. ദാവീദിന്റെയും സോളമന്റെയും കാലത്ത് രാജ്യം വിഭജിക്കപ്പെട്ടിരുന്നില്ല. ഒറ്റ രാജ്യമായിരുന്നു. ഈജിപ്ത് മുതൽ യൂഫ്രട്ടീസ് വരെ നീണ്ടുകിടക്കുന്ന വലിയൊരു രാജ്യമായിരുന്നു. സോളമന്റെ കാലത്ത് തന്നെ ആഭ്യന്തര കലാപം ആരംഭിച്ചു. വടക്കുഭാഗത്തെ 10 ഗോത്രങ്ങൾ ചേർന്ന് ജെറോബോവാമിന്റെ നേതൃത്വത്തിൽ ഇസ്രയേൽ എന്നൊരു രാജ്യവും ദക്ഷിണദേശത്ത് യൂദ ബെഞ്ചമിൻ ഗോത്രങ്ങൾ ചേർന്ന് യൂദ എന്നൊരു രാജ്യവുമായിട്ട് മാറി. വിഭജനത്തിന് മുമ്പുള്ള രാജ്യത്തെ സാവൂള് ഭരിച്ചു, ദാവീദ് ഭരിച്ചു, സോളമൻ ഭരിച്ചു. 40 വർഷം സാവൂളും 40 വർഷം ദാവീദും 40 വർഷം സോളമനും. തുടർന്ന് രാജ്യം വിഭജിക്കപ്പെട്ടു. ബെഥേലിലും സമരിയായിലും അതുപോലെ ദാനിലുമൊക്കെ കാളക്കുട്ടികളെ ആരാധനാ വസ്തുക്കളാക്കി മാറ്റി. അവിടെയൊക്കെ ക്ഷേത്രങ്ങളും പണിതു. അതായത് BC 2000 അബ്രഹാത്തെ വിളിച്ചു. എന്നിട്ട് ദാവീദിന്റെ കാലം എത്തുമ്പോൾ BC 1000 വർഷമെടുത്തു അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം നിറവേറാൻ. അങ്ങനെ ദാവീദിന്റെ കാലത്ത് ദേശം മുഴുവൻ സ്വന്തമായി. ഇനി അടുത്ത 424 വർഷം കൊണ്ട് ഇവർ ഈ ദേശത്തെ കൈവിട്ട് അബ്രഹാം എവിടെ തുടങ്ങിയോ അവിടെ എത്തും. അബ്രഹാം വന്നത് ബാബിലോണിൽ നിന്നാണ്. ഈ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഈ ജനതയെ വിടുവിച്ച് കാനാൻ ദേശത്തെത്തിക്കാൻ ദൈവം എടുത്ത പരിശ്രമം ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തുടർന്ന് നമുക്ക് കാണാൻ കഴിയും
അവർ കാനാൻ ദേശത്തെത്തിയതിനു ശേഷം പിന്നീട് ബാബിലോൺ അടിമത്തത്തിലേക്ക് പോകാൻ കാരണം അവർ ദൈവകൽപ്പനകൾ ലംഘിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഫിലിസ്ത്യർ അവരെ ആക്രമിച്ചു. അവരുടെ കന്നുകാലികളെയും ആടുമാടുകളെയും പിടിച്ചുകൊണ്ടു പോകാൻ തുടങ്ങി. അതുപോലെ അവരുടെ ഭൂമി പിടിച്ചെടുക്കാൻ തുടങ്ങി. അവർ അത് കാര്യമാക്കിയില്ല. പിന്നീട് വരൾച്ച വരാൻ തുടങ്ങി. ഭക്ഷണമില്ലാത്ത അവസ്ഥ, അതും അവർ കാര്യമാക്കിയില്ല. പിന്നീട് രോഗങ്ങൾ, മഹാമാരികൾ, ആരോഗ്യം നഷ്ടപ്പെടുന്ന അവസ്ഥ, അതും അവർ ഗൗരവമായി എടുത്തില്ല. അവസാനമായി ഏറ്റവും ഗൗരവമായ ശിക്ഷ വന്നു. അവർ 70 വർഷത്തേക്ക് ബാബിലോൺ അടിമകളായി പോകേണ്ടി വന്നു. പിന്നീട് ആ ജനതയ്ക്ക് എന്തു സംഭവിച്ചു? 2 തരം ഗൗരവകരമായ ശിക്ഷയാണ് ഈ ജനത്തിന് കിട്ടിയത്. വടക്കു ഭാഗത്തുള്ള 10 ഗോത്രങ്ങൾ ചേർന്നുള്ള ഇസ്രയേൽ എന്ന രാജ്യം ഭരിച്ചിരുന്നത് ജെറോബോവാം ആയിരുന്നു. പിന്നീട് തുടർന്നു വന്ന ഒരു രാജാക്കന്മാര് പോലും നല്ലവരായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവം നിരന്തരമായി പ്രവാചകന്മാരെ അയക്കാൻ തുടങ്ങി. അതാണ് ഏലിയ, എലീഷ, യോന, ജോയേൽ, ആമോസ്, ഹോസിയ, യെശയ്യ, മീഖ, നാഹൂം, സെഫാനിയ, ഹബക്കുക്ക്, ജെറമിയ, ഒബാദിയ. ഇത്രയും പ്രവാചകന്മാർ പ്രവാസത്തിന് മുമ്പ് പ്രവചിച്ച പ്രവാചകന്മാരാണ്. 13 പ്രവാചകന്മാർ 424 കൊല്ലം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ദൈവകൽപ്പനയിലേക്ക് തിരിച്ചു വരിക, അനുദപിക്കുക, തെറ്റുതിരുത്തുക, നിങ്ങൾക്ക് വലിയ ശിക്ഷ വരാൻ പോകുന്നു. പക്ഷേ അവർ ഗൗനിച്ചില്ല. എന്നിട്ട് എന്തു സംഭവിച്ചുവെന്നറിയാമോ? BC 721 10 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രയേൽ എന്ന വടക്കു ഭാഗത്തെ നോർത്തേൺ കിണ്ടത്തെ അസീറിയ എന്ന സാമ്രാജ്യം കീഴടക്കുകയും പരിപൂർണമായി നാടുകടത്തുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം, ഈ 10 ഗോത്രങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവരെ വിളിക്കുന്നത് ലോസ്റ്റ് ടൈപ്സ് ഓഫ് ഇസ്രയേൽ എന്നാണ്. എന്നു പറഞ്ഞാൽ അവർ വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ടു. ആ ജനത നാമാവശേഷമായി. അതിനുശേഷം വന്ന പ്രവാചകന്മാർ, അതായത് സെഫാനിയ, ഹബക്കുക്ക്, ആമോസ്, ഹോസിയ, ഇവരെല്ലാം വടക്കുഭാഗത്തെ ജനതകളെ അസീറിയക്കാർ കീഴടക്കിക്കൊണ്ടു പോയതിനു ശേഷം ഈ പ്രവാചകന്മാർ പറഞ്ഞു, ഇസ്രയേലിന് സംഭവിച്ചത് യൂദ നിനക്കും സംഭവിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നീ കർത്താവിലേക്ക് തിരിച്ചു വരിക എന്ന് പ്രവചിച്ചു. എന്നാൽ യൂദ അത് ഗൗനിച്ചില്ല. പിന്നീട് എന്തു സംഭവിച്ചു? BC 586 ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ രാജാവിന്റെ നേതൃത്വത്തിൽ 3 ഘട്ടങ്ങളിലായി യൂദായെ ബാബിലോണിലേക്ക് ഡീപ്പോർട്ട് ചെയ്തു, നാടുകടത്തി. അതിനെ വിളിക്കുന്ന പേരാണ് ബാബിലോൺ വിപ്രവാസം. എന്താണ് 3 ഘട്ടങ്ങൾ എന്ന് നോക്കാം. BC 606 ആ നാട്ടിലെ പ്രധാനപ്പെട്ടവരെ, അതായത് രാജകുടുംബത്തിൽപ്പെട്ടവരെയും ഉയർന്ന ഉദ്യോഗസ്ഥരെയുമാണ് ആദ്യം നാടുകടത്തിയത്. ആ സമയത്ത് നാടുകടത്തപ്പെട്ടവരാണ് ദാനിയേലും ദാനിയേലിന്റെ കൂടെ ഉണ്ടായിരുന്ന 3 ചെറുപ്പക്കാരും. അവർ അവിടെ എത്തിയതിനു ശേഷം ബാബിലോണിലെ കൊട്ടാരത്തിൽ ജോലിക്കാരായി നിയമിക്കപ്പെട്ടു. കാരണം അവരെല്ലാം പ്രഭു കുടുംബത്തിൽപ്പെട്ടവരും ഭരണം അറിയാവുന്ന മിടുക്കന്മാരുമായിരുന്നു. രണ്ടാമതായി BC 597 കച്ചവടക്കാരെ, കരകൗശലക്കാരെ, നല്ല ജോലിക്കാരെ, അങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് നാടുകടത്തിയത്. ആ സമയത്ത് നാടുകടത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ പുരോഹിതനായ എസെക്കിയേൽ ഉണ്ടായിരുന്നു. പ്രവാസത്തിന്റെ കാലത്ത് അവരെ ധൈര്യപ്പെടുത്തിയ ആളുകളാണ് പ്രവാചകന്മാരായ ദാനിയേലും എസെക്കിയേലും. 70 വർഷം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാം, കർത്താവിലേക്ക് തിരിയുക എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയ പ്രവാചകന്മാരാണ് ഇവർ. അവസാനമായി BC 587, BC 586 കാലഘട്ടങ്ങളിൽ നബൂഖദ്നേസർ രാജാവ് വന്ന് ജെറുസലേം ദേവാലയം മുഴുവൻ കത്തിച്ചു ചാമ്പലാക്കി. കുറെ പേർ കൊല്ലപ്പെട്ടു, ബാക്കിയുള്ളവരെ നാടുകടത്തി. അങ്ങനെ ഈ അവസാന കാലത്ത് നാടുകടത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകൻ നാടുകടത്തപ്പെട്ടു. അതാണ് ജെറമിയ. പക്ഷേ ജെറമിയ ബാബിലോണിലേക്കല്ല പോയത്. കുറെ ആളുകൾ ഈജിപ്തിലേക്ക് പോയപ്പോൾ അവരുടെ കൂടെ പോയി. അവിടെ വെച്ച് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 3 ഘട്ടങ്ങളിലായി നാടുകടത്തപ്പെട്ടു. ജെറമിയ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു പ്രവാസം 70 വർഷം നീണ്ടു നിൽക്കുമെന്ന്. അതിനുശേഷം ഈ ജനം വിപ്രവാസത്തിൽ നിന്ന് തിരിച്ചു വരികയാണ്. ഇവര് തിരിച്ചു വരുന്നതും 3 ഘട്ടങ്ങളിലായിട്ടാണ്. ആ 3 ഘട്ടങ്ങൾ അറിഞ്ഞാൽ ബൈബിളിലെ മറ്റു പുസ്തകങ്ങൾ നമുക്ക് മനസ്സിലാകും. അതിനുശേഷം പ്രവാചകന്മാർ വഴി ദൈവം പറഞ്ഞതുപോലെ 70 കൊല്ലം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ പെർഷ്യ രാജാവായിരുന്ന സൈറസ് BC 537 ബാബിലോൺ കീഴടക്കി. പെർഷ്യ സാമ്രാജ്യം ബാബിലോണിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം രാജാവായ സൈറസ് ഒരു വിളംബരം പ്രഖ്യാപിച്ചു, യഹൂദന്മാർക്ക് ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകാം. അങ്ങനെ BC 537 സൈറസിന്റെ വിളംബരം കേട്ട് ആദ്യമായി ഏതാണ്ട് 50,000 ആളുകൾ തിരിച്ചുപോയി. സെറുബാബേലിന്റെ നേതൃത്വത്തിലാണ് ആദ്യം അവർ തിരിച്ചുപോയത്.
ദാവീദിന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു പട്ടാളക്കാരനായിരുന്നു സെറുബാബേൽ. സെറുബാബേൽ ചെന്നിട്ട് ദേവാലയം പുതുക്കി പണിയാൻ തുടങ്ങുകയാണ്. രണ്ടാമതായി 90 വർഷങ്ങൾ കഴിഞ്ഞ് BC 458 പേർഷ്യ രാജാവായിരുന്ന അർത്താഗ്സെർക്സസ് രാജാവായിരുന്ന കാലത്ത് ഏതാണ്ട് 1800ഓളം ആളുകൾ തിരിച്ചുപോയി. എസ്ര എന്ന പുരോഹിതന്റെ നേതൃത്വത്തിലാണ് അവർ തിരിച്ചുപോയത്. പിന്നീട് 14 വർഷങ്ങൾക്ക് ശേഷം BC 444 നെഹമിയയുടെ നേതൃത്വത്തിൽ വീണ്ടും കുറേയധികം ആളുകൾ ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നു. ആ കൂട്ടത്തിൽ 3 പേരും കൂടി ഓർത്തുവെക്കണം. അത് പ്രധാന പുരോഹിതനായ ജോഷുവ, പ്രവാചകന്മാരായ ഹഗ്ഗായി, സക്കറിയ. ഇവരാണ് തിരിച്ചു പോകുന്ന ജനതയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇനി പ്രവാസത്തിന് ശേഷം എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് ബാറൂക്ക് വിലാപങ്ങൾ. സങ്കടങ്ങൾ കൊണ്ട് എഴുതിയ പുസ്തകമാണ് വിലാപങ്ങൾ. പ്രവാസത്തിലായിരുന്ന ജനതയുടെ ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് എസക്കിയേൽ, ദാനിയേൽ, എസ്തേർ തുടങ്ങിയ പുസ്തകങ്ങൾ. അതിനോടൊപ്പം തന്നെ കുറച്ച് പുസ്തകങ്ങൾ കൂടിയുണ്ട്. ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, ജ്ഞാനം, പ്രഭാഷകൻ, സഭാപ്രസംഗകൻ, ഉത്തമഗീതം. അതെല്ലാം ജ്ഞാനഗ്രന്ഥങ്ങളാണ്. അത് ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയേണ്ടതല്ല. അതിനുശേഷം യൂദിത്തിന്റെയും തോബിത്തിന്റെയും പുസ്തകങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇസ്രായേൽക്കാർ വിജാതീയരുടെ ഇടയിൽ ജീവിച്ചിരുന്ന കാലത്ത് അതുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ടതാണ്. അതിന്റെ ആമുഖം വായിച്ചാൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പേർഷ്യ രാജാവിന്റെ ഒരു അനന്തരാവകാശിയായ രാജാവിന്റെ കാലത്ത് ഇസ്രായേലിനെ മോചിപ്പിക്കാൻ ദൈവം തെരഞ്ഞെടുത്തതാണ് യൂദിത്തിനെ. ഇതുവരെയും വായിച്ചു തീരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ജനം വീണ്ടും പാപത്തിൻ്റെതായ വഴിയിലേക്ക് മടങ്ങിപ്പോകുകയും അങ്ങനെ ദൈവത്തെ മറക്കുന്ന, ദൈവിക സംവിധാനങ്ങളെ ധിക്കരിക്കുന്ന ഒരു അന്തരീക്ഷം പ്രവാസത്തിന് ശേഷവും അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന്. ഈ പശ്ചാത്തലത്തിലാണ് മലാക്കി പ്രവാചകന്റെ രംഗപ്രവേശനം. ദൈവത്തിന്റെ ദൂതൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. പ്രവാസം കഴിഞ്ഞ് ഏതാണ്ട് 100 വർഷങ്ങൾ കഴിഞ്ഞാണ് മലാക്കി പ്രവാചകൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ആചാരങ്ങൾ നിലനിൽക്കുകയും ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും ചെയ്ത ഒരു അന്തരീക്ഷത്തിലാണ് മലാക്കിയുടെ പ്രവചനങ്ങൾ നടക്കുന്നത്. ഇവിടെ പ്രധാനമായും അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വഴി പിഴച്ചുപോയ പൗരോഹിത്യത്തിനെതിരെയും അതുപോലെ തന്നെ അവിശ്വസ്തമായ ദാമ്പത്യത്തിനെതിരെയുമാണ്. അതുകൂടാതെ മലാക്കി പ്രവചനത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. കർത്താവ് കടന്നു വരുന്ന ദിനം, ആ ദിനത്തിനു മുമ്പ് പ്രവാചകനായ ഏലിയ അയക്കപ്പെടും. അങ്ങനെ അവസാന വാക്യങ്ങളെല്ലാം തന്നെ പുതിയ നിയമത്തിലെ ക്രിസ്തുവിന്റെ വരവിനോടനുബന്ധിച്ചുള്ള സൂചനകളാണ്. ആ സൂചനകൾ നൽകിക്കൊണ്ടാണ് മലാക്കി തന്റെ പ്രവചനങ്ങൾ അവസാനിപ്പിക്കുന്നത്. മലാക്കിക്ക് ശേഷം 400 വർഷത്തേക്ക് ഇസ്രയേലിൽ പ്രവാചകന്മാരുണ്ടായിരുന്നില്ല. അതിനുശേഷം വന്ന പ്രവാചകനായ സ്നാപക യോഹന്നാനെ നമ്മൾ കണ്ടുമുട്ടുന്നത് പുതിയ നിയമത്തിലാണ്. അടുത്തത് 1 മക്കബായർ, 2 മക്കബായർ. മക്കബായ കാലഘട്ടത്തെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 400 വർഷത്തെ ചരിത്രം വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതായത് അവസാനത്തെ പ്രവാചകനായ മലാക്കി കഴിഞ്ഞാൽ പിന്നീട് സ്നാപക യോഹന്നാൻ വരെയുള്ള 400 വർഷത്തെ ചരിത്രം മക്കബായ ഗ്രന്ഥത്തെ കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ബാബിലോണിൽ നിന്നും മടങ്ങിയെത്തിയ ജനത്തിന്റെ ചരിത്രം മനസ്സിലാക്കിയാലേ മക്കബായ വിപ്ലവത്തിന്റെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. നമ്മൾ മനസ്സിലാക്കി, ആദ്യം അവർ ബാബിലോൺകാരുടെ അടിമകളായിരുന്നു. പിന്നീട് പേർഷ്യക്കാരുടെ അടിമകളായിരുന്ന സമയത്താണ് ബാബിലോൺ സാമ്രാജ്യത്തെ മീദോ പേർഷ്യൻ രാജവംശം കീഴടക്കിയത്. ആ രാജാവിന്റെ പേരായിരുന്നു സൈറസ്. ആ സൈറസിന്റെ കാലത്തിന് ശേഷം പേർഷ്യ രാജാക്കന്മാരാണ് ഇസ്രയേലിന്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നത്. അതിനുശേഷം മാസിഡോണിയയിലെ രാജാവായിരുന്ന ഫിലിപ്പ് ചക്രവർത്തിയുടെ മകൻ അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യ രാജ്യത്തെ കീഴടക്കുകയും അങ്ങനെ യൂദയായിലെ ജനം ഗ്രീക്കുകാരുടെ അടിമത്തത്തിന് കീഴിലേക്ക് വരികയും ചെയ്യുകയാണ്. ഈ സമയത്തുണ്ടായ ഒരു പ്രതിഭാസമാണ് ഹെല്ലനൈസേഷൻ അഥവാ യവനവൽക്കരണം. അതായത് ഗ്രീക്കു സാമ്രാജ്യത്തിലെ എല്ലാ ആളുകളും ഗ്രീക്കു സംസ്കാരം, ഗ്രീക്ക് മതം, ഗ്രീക്ക് ഭാഷ, ഗ്രീക്കുകാരുടെ ജീവിത രീതികൾ ഇവയെല്ലാം പിന്തുടരണമെന്ന് വാശി പിടിച്ച രാജാക്കന്മാർ എല്ലാവരെയും ഗ്രീക്കുകാരാക്കി മാറ്റുന്നതിന് നടത്തിയ ശ്രമങ്ങളുടെ പേരാണ് ഹെല്ലനൈസേഷൻ. പിന്നീട് അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു കഴിഞ്ഞപ്പോൾ 4 പട്ടാള മേധാവികൾക്കായി അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു. ഈ 4 രാജവംശങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 രാജവംശങ്ങളെയാണ്. ഒന്ന് സെലൂസിഡ് രാജാക്കന്മാർ, 2 ടോളമികൾ. സെലൂസിഡ് രാജാക്കന്മാർ സിറിയ ഉൾപ്പെടുന്ന ഭാഗമാണ് ഭരിച്ചിരുന്നത്. ഈജിപ്ത് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് ടോളമികളാണ്. ആ സമയത്ത് യൂദയായും ഈജിപ്തിന്റെ ഭാഗമായിരുന്നു.
അങ്ങനെ അതിനുശേഷം ഏകദേശം 100 വർഷത്തോളം ഇസ്രയേൽ സമാധാനം അനുഭവിച്ചിരുന്നു. ഈ കാലത്താണ് നേരത്തെ സൂചിപ്പിച്ച സെപ്തുജിന്ത് വിവർത്തനമുണ്ടായത്. അതിനുശേഷം ടോളമികളെ സെലൂസിഡ് രാജാക്കന്മാർ കീഴടക്കി. അങ്ങനെ സെലൂസിഡ് രാജാക്കന്മാരുടെ കീഴിൽ ഈജിപ്ത് വന്നതോടുകൂടി ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന യൂദയായും അവരുടെ കീഴിലേക്ക് വന്നു. പിന്നീട് സെലൂസിഡ് രാജാവായിരുന്ന അന്ത്യോക്കസ് എപ്പിഫാനസ് യൂദയായിലേക്ക് വന്ന് ഗ്രീക്ക് ആചാരങ്ങൾ യഹൂദന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഗ്രീക്ക് ദേവനായ സേവൂസിന്റെ വിഗ്രഹം ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രധാന ബലിപീഠത്തിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ജെറുസലേമിനെ അപകീർത്തിപ്പെടുത്തുകയും നശിപ്പിക്കുകയും അശുദ്ധമാക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ ദൈവം എടുത്തുയർത്തിയ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട പുരോഹിതനായ മത്താത്യാസിന്റെ മക്കളാണ് മക്കബായർ. 5 മക്കൾ. ആ മക്കളെ വിളിക്കുന്ന പേരാണ് മക്കബായർ. അവരുടെ ചരിത്രമാണ് 1 മക്കബായർ 2 മക്കബായർ. അങ്ങനെ അന്ത്യോക്കസ് എപ്പിഫാനസിനെ പരാജയപ്പെടുത്തി അവർ വീണ്ടും ദേവാലയം പ്രതിഷ്ഠിച്ചു. ആ ദേവാലയമാണ് പിന്നീട് ഹെറോദോസ് യേശുവിന്റെ കാലം എത്തുമ്പോഴേക്കും പുതുക്കി പണിയാൻ ആരംഭിക്കുന്നത്. മക്കബായരുടെ പുസ്തകം കാത്തലിക് ബൈബിളിലേ ഉള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായ ഇസ്രയേലിന്റെ ചരിത്രം നമുക്ക് ലഭിക്കുന്നത് കാത്തലിക് ബൈബിളിൽ മാത്രമാണ്. നമുക്കിനി പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കാം. പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകങ്ങളായ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവർ 4 പേരും യേശുവിന്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയവരാണ്. എന്തിനാണ് ഇവർ യേശുവിന്റെ ജീവചരിത്രം എഴുതിയത്? പശ്ചാത്തലം ഇതാണ്. യേശുവിനെ നേരിട്ട് കണ്ട ആളുകളാണ് അപ്പോസ്തോലന്മാർ. ആ അപ്പോസ്തോലന്മാർ പറഞ്ഞു കൊടുത്തതനുസരിച്ചാണ് യേശുവിനെ മറ്റുള്ള ആളുകൾ പരിചയപ്പെട്ടത്. അതുപോലെ ഒരുപാട് ദേശങ്ങളിൽ സുവിശേഷം വ്യാപിച്ചപ്പോൾ യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് യേശുവിന്റെ ജീവചരിത്രം പരിചയപ്പെടുത്താനാണ് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത്. അങ്ങനെ പരിശുദ്ധാത്മാവ് 4 മനുഷ്യരെ കൊണ്ട് സുവിശേഷങ്ങൾ എഴുതിച്ചു. സുവിശേഷം ഫോക്കസ് ചെയ്തിരിക്കുന്നത് യേശുവിന്റെ ജീവിതമല്ല, മറിച്ച് യേശുവിന്റെ മരണമാണ്. ആ മരണത്തിന് ഒരു ആമുഖമായിട്ടാണ് യേശുവിന്റെ ജീവിതം, യേശുവിന്റെ പ്രബോധനം എല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഓരോന്നിലേക്കും പോകാം. ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിന്റെ സുവിശേഷമാണ്. പിന്നീട് മത്തായി, ലൂക്ക. ഏറ്റവും അവസാനം എഴുതപ്പെട്ടത് യോഹന്നാൻ. യേശു മരിച്ച് ഏകദേശം 30 കൊല്ലം കഴിഞ്ഞപ്പോൾ എഴുത്തുകൾ തുടങ്ങി. ഇനി ഈ 4 സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മർക്കോസിന്റെ സുവിശേഷം പറയുന്നത് യേശു എന്താണ് ചെയ്തത് എന്നാണ്. നൂറ്റാണ്ടുകളായി യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന മിശിഹായാണ് യേശു. യേശു ദൈവപുത്രനാണ്. ഇതാണ് മർക്കോസിന്റെ പ്രതിപാദന വിഷയം. മത്തായിലും ലൂക്കോസിലും കാണുന്നത് എന്താണ് യേശു പറഞ്ഞത് എന്നാണ്. മത്തായിയുടെ പ്രതിപാദന വിഷയം യേശു യഹൂദന്മാരുടെ രാജാവാണ്. എന്നാൽ ലൂക്ക ചർച്ച ചെയ്യുന്നത് യേശു ലോകത്തിന്റെ രക്ഷകനാണ്. യഹൂദന്മാരുടെ മാത്രമല്ല, ലോകത്തിന്റെ രക്ഷകൻ. യോഹന്നാൻ യേശുവിനെ അവതരിപ്പിക്കുന്നത് യേശു ആരായിരുന്നു? യേശു നിത്യജീവൻ നൽകുന്ന ദൈവമാണ്. ഇനി മറ്റൊരു വിധത്തിൽ ഈ 4 സുവിശേഷങ്ങളെപ്പറ്റി പറഞ്ഞാൽ മത്തായിയും യോഹന്നാനും എഴുതിയത് യേശുവിൽ വിശ്വസിച്ചവർക്ക് വേണ്ടിയാണ്. അതായത് പുതിയ വിശ്വാസികൾക്ക് വേണ്ടിയാണ് മത്തായി എഴുതിയത്. അതുകൊണ്ടാണ് ശിഷ്യത്വത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രബോധനം കാണുന്നത് മത്തായിയിലാണ്. എങ്ങനെയാണ് യേശുവിന്റെ ശിഷ്യനായി മാറേണ്ടതെന്ന് പുതിയ നിയമ വിശ്വാസികളെ പഠിപ്പിക്കുകയാണ് മത്തായി. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-60 കൊല്ലം ക്രിസ്ത്യാനികളായി ജീവിച്ച ആളുകളുടെ ജീവിതത്തിനു വേണ്ട പ്രബോധനമാണ് യോഹന്നാൻ കൊടുക്കുന്നത്. ഇനി മർക്കോസും ലൂക്കായും വിജാതിയർക്ക് വേണ്ടിയാണ് സുവിശേഷം എഴുതിയത്. അതായത് യേശുവിനെ അറിയാത്തവർക്ക് വേണ്ടി യേശുവിനെ പരിചയപ്പെടുത്താൻ. അതുകൊണ്ട് ആദ്യമായി ബൈബിൾ വായിച്ചു തുടങ്ങുന്നവർ ഒന്നുകിൽ മർക്കോസ് വായിക്കണം, അല്ലെങ്കിൽ ലൂക്ക വായിക്കണം. തുടർന്ന് അടുത്ത പുസ്തകമായ അപ്പോസ്തല പ്രവർത്തനങ്ങൾ വിവരിക്കുന്നത് യേശുവിന്റെ സുവിശേഷം ജെറുസലേമിൽ പ്രഘോഷിക്കപ്പെട്ട് റോമായിൽ എത്തുന്നതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ എഴുതിയത് ലൂക്കായാണ്. ലൂക്ക അന്ത്യോക്യയിൽ നിന്നുള്ള ഒരു ഡോക്ടറായിരുന്നു. വിജാതിയർ ആരും തന്നെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. എല്ലാവരും യഹൂദരായിരുന്നു. ഈ ലൂക്ക പൗലോസ്ലീഹായുടെ സുവിശേഷ സംഘത്തിലെ മെമ്പറായിരുന്നു. അതാണ് ലൂക്കായെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം. ഇനി അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ പത്രോസാണ് പ്രധാന കഥാപാത്രം. തുടർന്ന് 13 മുതൽ 28 വരെ പൗലോസാണ് പ്രധാന കഥാപാത്രം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ഒരു കീ വാചകമുണ്ട്. അത് 1-ാം അധ്യായം 8-ാം വാക്യത്തിലാണ്. അവിടെ പറയുന്നത്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കും.
അതായത് ജെറുസലേമിൽ, യൂദയായിൽ, സമരിയായിൽ, അങ്ങനെ ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം എങ്ങനെ എത്തി എന്നത് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ. അടുത്തത് പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ. 13 ലേഖനങ്ങളാണുള്ളത്. എന്നാൽ ഹെബ്രായ ലേഖനം പൗലോസ്ലീഹ എഴുതിയതല്ലെന്നാണ് ഇപ്പോൾ പൊതുവായി പറയപ്പെടുന്നത്. ഇനി ഈ 13 ലേഖനങ്ങൾ അല്പം വിശദമായി നമ്മൾ കാണാൻ പോകുകയാണ്. ആദ്യം പൗലോസ്ലീഹായുടെ ജീവിതം ഒന്ന് മനസ്സിലാക്കിയാലേ ലേഖനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. അദ്ദേഹം ജനിച്ചത് തുർക്കിയിലെ തർസൂസ് എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിന്റെ പഴയ പേര് സാവൂൾ എന്നാണ്. അതുകൂടാതെ പൗലോസ്ലീഹ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. യേശുവിൽ വിശ്വസിച്ചവരെ പിടികൂടി ശിക്ഷിക്കാൻ യഹൂദ മത നേതാക്കന്മാരിൽ നിന്ന് അനുമതി വാങ്ങി ദമാസ്കസിലേക്ക് പോകുന്ന വഴിമധ്യയാണ് പൗലോസിന് മാനസാന്തരം ഉണ്ടാകുന്നത്. അതായത് കുതിരപ്പുറത്ത് നിന്ന് വീണു അന്ധനായി. അതിനുശേഷം അദ്ദേഹത്തെ നഗരത്തിലേക്ക് കൊണ്ടുപോയി അനന്യാസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു സഭാ നേതാവിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു പൗലോസിന് മാമോദിസ കൊടുക്കാൻ. അങ്ങനെ പൗലോസിന് മാമോദിസ കൊടുത്തു. എന്നിട്ട് പരിശുദ്ധാത്മ അഭിഷേകത്തിനായി അനന്യാസ് പ്രാർത്ഥിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പൗലോസ് നിറഞ്ഞു. ഗലാത്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം നേരെ പോകുന്നത് അറേബ്യയിലെ സീനായ് മലയിലേക്കാണ്. 3 വർഷം അവിടെ താമസിച്ചു. അവിടെ വെച്ച് യേശു അദ്ദേഹത്തിന് വെളിപ്പെടുത്തലുകൾ കൊടുത്തു. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ബന്ധുവായ ബർണബാസ് പൗലോസ്ലീഹായെ അപ്പോസ്തോലന്മാർക്ക് പരിചയപ്പെടുത്തി. അദ്ദേഹം ശത്രുവല്ല, യേശുവിന്റെ സാക്ഷിയാണെന്ന് ബർണബാസ് അപ്പോസ്തലന്മാരെ പറഞ്ഞു ധരിപ്പിച്ചപ്പോൾ അപ്പോസ്തോലന്മാർ കൂട്ടായ്മയുടെ വലതുകരം പൗലോസ്ലീഹായ്ക്ക് നീട്ടിക്കൊടുത്തു. അതിനുശേഷം ജെറുസലേമിൽ അദ്ദേഹത്തിന് തുടർന്ന് നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ താർസൂസിലേക്ക് പോകാൻ അപ്പോസ്തോലന്മാർ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം താർസൂസിലേക്ക് പോയിട്ട് 10 വർഷക്കാലം സുവിശേഷവേലയ്ക്ക് വേണ്ടിയുള്ള ദൈവവിളിയും കാത്തിരുന്നു. അതിനുശേഷം അവർ അന്ത്യോക്യയിലെ സഭയിലേക്ക് പൗലോസിനെ തിരിച്ചു വിളിച്ചു. അങ്ങനെ അന്ത്യോക്യയിലെ സഭയിൽ വെച്ച് ഒരു പ്രെയർ മീറ്റിംഗിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്മാർ ഒരു സന്ദേശം വിളിച്ചു പറഞ്ഞു പൗലോസിനെയും ബർണബാസിനെയും വിജാതിയർക്ക് സുവിശേഷം കൊടുക്കാൻ പരിശുദ്ധാത്മാവിത മാറ്റി നിർത്തുന്നു. അങ്ങനെ ഈ പ്രവചനം സ്വീകരിച്ച് പൗലോസും ബർണബാസും വിജാതിയരുടെ ഇടയിലേക്ക് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് 3 തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് ലഭിച്ചത്. ഒന്നാമതായി അദ്ദേഹം പഴയ നിയമം നന്നായി പഠിച്ച ആളായിരുന്നു. രണ്ടാമത് താർസൂസിൽ ജനിച്ചു വളർന്ന ആളായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഗ്രീക്ക് ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിലെ ഏതു സ്ഥലത്തു പോയാലും സുവിശേഷം പ്രസംഗിക്കാൻ പൗലോസിന് ഒരു ട്രാൻസ്ലേറ്ററിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, അദ്ദേഹം റോമ പൗരനായിരുന്നു. റോമ പൗരനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് സന്ദർഭങ്ങളിൽ പൗരത്വം എന്ന ആനുകൂല്യം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നു. അപ്പോൾ യാത്ര ചെയ്തു പോകുമ്പോൾ അദ്ദേഹം ഓരോ നഗരത്തിലും പോയി സുവിശേഷം പ്രസംഗിച്ച് അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കും. ഇങ്ങനെ ഓരോ സുവിശേഷ യാത്രയ്ക്കിടയിലും കോറിന്തോസില്, ഗലാത്യയില്, തെസലോനിക്കയില്, എഫോസോസിലൊക്കെ സഭകൾ സ്ഥാപിച്ചു. പിന്നീട് ആ സഭകളിൽ അദ്ദേഹം ഫോളോ അപ്പ് നടത്തിയത് 2 രീതിയിലാണ്. ഒന്നാമതായി അവസരം കിട്ടിയപ്പോൾ വീണ്ടും അവരെ സന്ദർശിച്ചു, എന്നിട്ടവരെ ശക്തിപ്പെടുത്തി. രണ്ടാമതായി അദ്ദേഹം സ്ഥാപിച്ച സഭകളെ ശക്തിപ്പെടുത്താനുള്ള വഴിയായിരുന്നു എഴുത്തുകൾ. അതുകൊണ്ടാണ് ഈ 13 കത്തുകൾ. പിന്നീട് അദ്ദേഹത്തെ റോമിലേക്ക് ഒരു തടവുകാരനായി കൊണ്ടുപോകപ്പെട്ടു. അവിടെ വെച്ച് സ്വതന്ത്രനായി കുറച്ചുനാൾ മിഷണറി ജോലി ചെയ്തു. അതിനുശേഷം ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തു. അങ്ങനെ നീറോ ചക്രവർത്തിയുടെ കാലത്ത് വീണ്ടും ജയിലിലായി. പിന്നെ അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് പൗലോസ്ലീഹായുടെ ജീവിതം അവസാനിക്കുന്നത്. ഇനി പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളുടെ ഓർഡർ ഇതാണ്. ഇത് ബൈബിളിൽ കാണുന്ന ഓർഡർ അല്ല. ഈ ഓർഡറിൽ വായിച്ചാൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം എഴുതിയത് 1ഉം 2ഉം തെസ്സലോനിക്ക ലേഖനങ്ങളാണ്. രണ്ടാമതായി 1ഉം 2ഉം കോറിന്തോസ്. 3 ഗലാത്യർക്ക് എഴുതിയ ലേഖനം. 4 റോമാക്കാർക്ക് എഴുതിയ ലേഖനം. 5 കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം. 6 എഫോസോസുകാർക്ക് എഴുതിയ ലേഖനം. 7 ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. 8 ഫിലോമാൻ. 9 1ഉം 2ഉം തിമോത്തി. 10 തീത്തോസ്. ഇനി ഓരോന്നായി നോക്കാം. തെസ്സലോനിക്ക സഭയിൽ പൗലോസ് എത്തുന്നത് ഏതാണ്ട് AD 49 അവിടെ വെച്ച് യഹൂദന്മാർ പൗലോസിനെതിരെ ഒരു കലാപം ഇളക്കി വിട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടെ അധികം നിൽക്കാൻ സാധിച്ചില്ല. 3 ആഴ്ചയ്ക്കുള്ളിൽ അവിടെ നിന്ന് പോകേണ്ടി വന്നു. പക്ഷേ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ നല്ല അഭിപ്രായമായിരുന്നു.
ഒന്നാമതായി പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിലൂടെ പറയുകയാണ്, യേശുവിൽ വിശ്വസിച്ചവർ യേശു ആഗ്രഹിച്ചതുപോലെ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ എത്തിച്ചേരണം. അതുകൊണ്ട് ഈ യാത്ര പാതി വഴിയിൽ അവസാനിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ 2 ലേഖനങ്ങളിലും യേശുവിന്റെ 2ാം വരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇനി കൊറിന്തോസ് ലേഖനങ്ങൾ. കൊറിന്തോസുകാർക്ക് പൗലോസ് ലീഗ 4 ലേഖനങ്ങളാണ് എഴുതിയിരുന്നത്. അതിൽ 2 എണ്ണമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 2 എണ്ണം നഷ്ടപ്പെട്ടു പോയി. നമുക്ക് കിട്ടിയിട്ടുള്ളത് 2ഉം 4ഉമാണ്. അതിലെ 2ാമത്തെ ലേഖനമാണ് നമ്മുടെ 1ാമത്തെ ലേഖനം. 4ാമത്തെ ലേഖനമാണ് നമ്മുടെ 2ാമത്തെ ലേഖനം. നമുക്ക് കാണാൻ കഴിയും, കൊറിന്തോസിൽ വളരെയേറെ ആളുകളെ മാമോദിസ മുക്കി യേശുവിന്റെ ശിഷ്യന്മാരാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പക്ഷേ ആ സഭ ഭയങ്കര പ്രശ്നമുള്ള ഒരു സഭയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഭയങ്കര മനോവേദനയിൽ ഒരു കത്തെഴുതി. ഏറ്റവും കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് എഴുതിയ ലേഖനമായിരുന്നു അത്. അതിനെക്കുറിച്ചുള്ള സൂചനകൾ മാത്രമേയുള്ളൂ. ആ കത്ത് കൊറിന്തോസുകാരെ പ്രകോപിപ്പിച്ചു. അങ്ങനെ പൗലോസ് അപ്പോസ്തലനോട് അവർക്ക് താല്പര്യമില്ലാതായി. അത് പൗലോസിനെ കൂടുതൽ വേദനിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം 2ാമതൊരു കത്തെഴുതി. 2ാമത്തെ കത്തെഴുതാൻ മറ്റൊരു കാരണമുണ്ടായത്, കൊറിന്തോസിലെ സഭയിലെ ചില ആളുകൾ ക്ലോയയുടെ ബന്ധുക്കൾ ചെന്നപ്പോൾ അവരുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തുവിട്ടു. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് അദ്ദേഹം എഴുതിയ 2ാമത്തെ കത്ത്. എന്നു പറഞ്ഞാൽ നമ്മുടെ പുസ്തകത്തിലെ 1ാമത്തെ കത്ത്. ആ കത്തുകൾ പൗലോസ് കൊടുത്തുവിട്ടത് തിമോത്തിയുടെ കയ്യിലാണ്. തിമോത്തി ഈ കത്തുമായി പോയിട്ട് തിരിച്ചു വന്നു പറഞ്ഞു, പോയതിനേക്കാൾ സങ്കടത്തോടെയാണ് ഞാൻ തിരിച്ചു വരുന്നത്. ആ കത്ത് ഒരു ഗുണം ചെയ്തില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ പ്രശ്നങ്ങൾ വീണ്ടും വഷളായി. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പെട്ടെന്ന് കൊറിന്തോസിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ അദ്ദേഹം കൊറിന്തോസിലെത്തിയപ്പോൾ അവിടുത്തെ സഭാ നേതാക്കന്മാർ പൗലോസിനെ അധിക്ഷേപിച്ചു. പൗലോസിന് പിന്നീട് കൊറിന്തോസിൽ അധികം നിൽക്കാൻ സാധിച്ചില്ല. അദ്ദേഹം വലിയ ഹൃദയവേദനയോടെ തിരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം കണ്ണുനീരോടെ എഴുതിയ ലേഖനമാണ് 3ാമത്തെ കത്ത്. അത് നമ്മുടെ കയ്യിലില്ല. ആ കത്ത് അദ്ദേഹം തീത്തോസിന്റെ കയ്യിലാണ് കൊടുത്തുവിട്ടത്. അദ്ദേഹം അവിടെ ചെന്നിട്ട് പൗലോസിന്റെ ഹൃദയവേദനയെക്കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കി. അപ്പോൾ കൊറിന്തോസുകാർക്ക് വലിയ പശ്ചാത്താപമുണ്ടായി. അങ്ങനെ തീത്തോസ് സന്തോഷവാർത്തയുമായി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അടുത്തതായി സന്തോഷത്തോടെ ഒരു കത്ത് എഴുതിയതാണ് 4ാമത്തെ കത്ത്, നമ്മുടെ കയ്യിലിരിക്കുന്ന 2ാമത്തെ കത്ത്. തീത്തോസ് വന്ന് സന്തോഷവാർത്ത പറഞ്ഞതിന് ശേഷം പൗലോസ് വീണ്ടും കൊറിന്തോസിലേക്ക് പോയി. അവിടെ ചെന്ന് എല്ലാവരെയും സന്തോഷത്തോടെ കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു വന്നു. ഇതാണ് കൊറിന്തോസിലെ പൗലോസിന്റെ അനുഭവം. ഇത് മനസ്സിൽ വച്ചിട്ട് വേണം വായിക്കാൻ. അദ്ദേഹം എന്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞതെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും. ഇനി ഗലാത്യ ലേഖനത്തെപ്പറ്റി ചുരുക്കത്തിൽ പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ രക്ഷ പ്രാപിച്ചത് പ്രവൃത്തികളാലല്ല, മറിച്ച് വിശ്വാസത്താലാണ്. ഇത് പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. കാരണം ഇതാണ്: യഹൂദന്മാർ മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനികളായി മാറിയപ്പോൾ അവർ ബാക്കിയുള്ള വിജാതീയരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, പരിച്ഛേദനം സ്വീകരിക്കണം, ദശാംശം കൊടുക്കണം, പഴയ നിയമത്തിലെ എല്ലാ നിയമങ്ങളും അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ നിർബന്ധിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ രക്ഷ പ്രാപിച്ചത് യഹൂദന്റെ നിയമം അനുസരിച്ചതുകൊണ്ടല്ല, മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ്. പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് പ്രധാനം. അടുത്തത് റോമാലേഖനം. പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ച സഭകളിൽ ഇന്നു നിലനിൽക്കുന്ന ഒരേ ഒരു സഭ റോമയിലെ സഭയാണ്. റോമയിലുള്ള ആളുകൾക്ക് ആദ്യമായി സുവിശേഷം കിട്ടിയത് പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അപ്പോസ്തലന്മാരുടെ മേൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് ആദ്യം സുവിശേഷം പ്രസംഗിച്ച സമയത്ത് അത് കേട്ട കൂട്ടത്തിൽ റോമയിൽ നിന്നുള്ള യഹൂദന്മാരുണ്ടായിരുന്നു. അവർ ആ സുവിശേഷം കേട്ട് ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് മാനസാന്തരപ്പെട്ട് മാമോദിസ സ്വീകരിച്ച് അവർ റോമയിലേക്ക് തിരിച്ചു ചെന്നു. എന്നിട്ട് അവർ ആരംഭിച്ച കൂട്ടായ്മയാണ് റോമയിലെ സഭ. ആദ്യകാലത്ത് ആ സഭയിൽ യഹൂദന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കാലാന്തരത്തിൽ സുവിശേഷ പ്രഘോഷണം വ്യാപകമായതോടുകൂടി വിജാതീയരും ക്രിസ്ത്യാനികളായി മാറി. എന്നാൽ പിന്നീട് റോമ ചക്രവർത്തിയായിരുന്ന ക്ലോഡിയസിന്റെ കാലത്ത് യഹൂദന്മാരെല്ലാം റോമ നഗരം വിട്ടുപോകണമെന്ന് അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ കൽപ്പന പുറപ്പെടുവിക്കാൻ കാരണം യഹൂദന്മാർ നല്ല വ്യാപാരികളായിരുന്നു. അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് ക്ലോഡിയസ് അവരെ പുറത്താക്കിയത്. അങ്ങനെ യഹൂദന്മാരെല്ലാം റോമാ സഭയിൽ നിന്ന് പുറത്തു പോയപ്പോൾ അവിടെ വിജാതീയർ മാത്രം അവശേഷിച്ചു. പിന്നീട് നീറോ ചക്രവർത്തിയുടെ കാലത്ത്
അദ്ദേഹത്തിന് മനസ്സിലായി യഹൂദന്മാരെല്ലാം വിട്ടുപോയതിനു ശേഷം സാമ്പത്തിക വ്യവസ്ഥ താറുമാറായി എന്ന്. അപ്പോൾ നീറോ അവരെ തിരിച്ചു വിളിച്ചു. അങ്ങനെ നാടുവിട്ടുപോയ യഹൂദന്മാരെല്ലാം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ സഭയിലെ വലിയ ആളുകൾ വിജാതീയരാണ്. അപ്പോൾ സഭയിൽ ക്ലാഷ് ഉണ്ടായി. യഹൂദര് പറഞ്ഞു ഞങ്ങളാണ് മെച്ചപ്പെട്ടവർ, വിജാതീയര് പറഞ്ഞു അവരാണ് മെച്ചപ്പെട്ടവർ. ഈ വിവരം പൗലോസ് അപ്പോസ്തലൻ അറിഞ്ഞപ്പോൾ അവരോട് അദ്ദേഹം സുവിശേഷം വിശദീകരിച്ചിട്ട് പറയുകയാണ്, യഹൂദനും ഗ്രീക്കുകാരനും ഒരുപോലെ സുവിശേഷം തിരിച്ചറിഞ്ഞാൽ ഇവിടെ ഐക്യമുണ്ടാകും. റോമാലേഖനത്തിൽ 16 അധ്യായങ്ങളാണുള്ളത്. അതിൽ 9-10 അധ്യായങ്ങളിൽ വിജാതീയരോട് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവരെ വില കുറച്ച് കാണരുത്, അവരെയാണ് ദൈവം നിയമം ഏൽപ്പിച്ചത്, യേശു വന്നത് അവരിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യഹൂദരുടെ മേന്മ എടുത്തു കാണിക്കുകയാണ്. അതാണ് അതിന്റെ സെന്റർ പോയിന്റ്. അത് മനസ്സിലാക്കിയാലേ ബാക്കി മനസ്സിലാകൂ. അടുത്തത് കൊളോസോസ് ലേഖനം. ഈ ലേഖനം എഴുതപ്പെട്ടത് ആത്മാക്കളെ ആരാധിച്ചിരുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജാതകം, ജ്യോതിഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ അവിശ്വാസത്തിന് പരിഹാരമായിട്ടാണ് അദ്ദേഹം കൊളോസോസ് ലേഖനം എഴുതിയത്. അടുത്തത് എഫോസോസ് ലേഖനം. മാമോദീസ സ്വീകരിച്ച ഒരു വിശ്വാസിയുടെ ശക്തി എന്താണ് അത് പ്രതിപാദിക്കുന്നതാണ് എഫോസോസ് ലേഖനം. ഇനി ഫിലിപ്പി ലേഖനം. ഫിലിപ്പി ലേഖനം എഴുതപ്പെട്ടത് റോമായിലെ ജയിലിൽ കിടക്കുമ്പോഴാണ്. അദ്ദേഹം 2 വർഷത്തോളം വിചാരണ കാത്ത വീട്ടുതടങ്കലിലായിരുന്നു. ഈ ലേഖനം എഴുതിയതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ജയിലിൽ കിടക്കുന്ന അദ്ദേഹത്തിന് ഫിലിപ്പിയക്കാർ സാമ്പത്തിക സഹായം കൊടുത്തു. റോമൻ ജയിലിന്റെ നിയമം അനുസരിച്ച് ഒരാൾ വീട്ടുതടങ്കലിലോ കാരാഗ്രഹത്തിലോ ആണെങ്കിൽ അവരുടെ ചിലവ് അവർ തന്നെ വഹിക്കണമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പണമില്ലാതിരുന്നപ്പോൾ ഫിലിപ്പിയിലെ സഭ അതറിഞ്ഞ് അദ്ദേഹത്തെ സഹായിച്ചു. അപ്പോൾ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതുകയാണ്. ഇതാണ് ഒന്നാമത്തേത്. ഈ സഹായം അവർ കൊടുത്തുവിട്ടത് ഫിലിപ്പിയക്കാരനായ എപ്പഫ്രോദിത്തസ് എന്ന ഒരു സുവിശേഷകന്റെ കയ്യിലാണ്. അങ്ങനെ അദ്ദേഹം പണം കൊടുത്തിട്ട് പോകുക മാത്രമല്ല ചെയ്തത്, പൗലോസിന് വേണ്ട സഹായം ചെയ്തുകൊണ്ട് കൂടെ താമസിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായി. എപ്പഫ്രോദിത്തസ് രോഗിയായി. അങ്ങനെ അയാൾ രോഗിയായപ്പോൾ തിരിച്ചുവിട്ട സമയത്ത് ഒരു കത്തുകൂടി കൊടുത്തുവിട്ടു. ആ കത്താണ് ഫിലിപ്പി ലേഖനം. അടുത്തത് ഫിലേമോൻ. ഫിലേമോൻ സമ്പന്നനായ ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പൗലോസ് ലീഗ സുവിശേഷ യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഫിലേമോന്റെ വീട്ടിലെ അടിമയായിരുന്നു ഒനേസിമോസ്. ഈ ഒനേസിമോസ് ഫിലേമോന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. ആ കാലഘട്ടത്തിൽ ഒരടിമ ഒളിച്ചോടിപ്പോയാൽ അയാളെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ കുരിശിൽ തറച്ചു കൊല്ലും. അതാണ് ശിക്ഷ. ഒനേസിമോസ് ഒളിച്ചോടിപ്പോയിട്ട് പൗലോസ് റോമായിൽ വീട്ടുതടങ്കലിലായിരിക്കുമ്പോൾ പൗലോസ് അവിടെ ഉണ്ടെന്നറിഞ്ഞ് ഒനേസിമോസ് രഹസ്യമായിട്ട് അവിടെ ചെന്നു. എന്നിട്ട് ഞാൻ ഒളിച്ചോടി വന്നതാണെന്ന് പറഞ്ഞു. പൗലോസ് അയാൾക്ക് സുവിശേഷമെല്ലാം പറഞ്ഞുകൊടുത്ത് അവനെ വിശ്വാസിയാക്കി മാനസാന്തരപ്പെടുത്തി ഫിലേമോന്റെ അടുത്തേക്ക് തിരിച്ചുവിടുകയാണ്. അങ്ങനെ തിരിച്ചുവിടുമ്പോൾ തിക്കിക്കോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു വിടുകയാണ്. ഒനേസിമോസിനെ ഉപദ്രവിക്കരുത്, ശിക്ഷിക്കരുത്, അവനെ സഹോദരനായിട്ട് സ്വീകരിക്കണം, അവൻ വിശ്വാസിയായി, അവൻ മാമോദീസ സ്വീകരിച്ചു, അതുകൊണ്ട് നീ അവനെ സഹോദരനായി സ്വീകരിച്ച് നല്ലതുപോലെ അവനോട് പെരുമാറണം എന്ന് പറഞ്ഞെഴുതിയ കത്താണ് ഫിലേമോൻ എഴുതിയ കത്ത്. അടുത്തത് 1-2 തിമോത്തിയും തീത്തോസും. ഇത് മരണത്തിന് തൊട്ടു മുമ്പ് തൻ്റെ ശിഷ്യന്മാരായ തിമോത്തിക്കും തീത്തോസിനും കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഈ 3 കത്തുകളും. ഇനി ഹെബ്രായ ലേഖനം. ഹെബ്രായ ലേഖനം എഴുതാനുണ്ടായ സാഹചര്യം, നീറോ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായവർ റോമിലുണ്ടായിരുന്നു. അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം അനുവദിച്ചിരുന്നില്ല. അതുകൂടാതെ അവരുടെ സമ്പത്ത് കണ്ടുകെട്ടുക, അവരെ കൊല്ലുക, ഇങ്ങനെയുള്ള മതപീഡനങ്ങൾ ഉണ്ടായപ്പോൾ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് യഹൂദ മതത്തിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. മതപീഡനം ഉണ്ടായാലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുതെന്നും അങ്ങനെ പോയാൽ നിങ്ങൾ കാനാൻ ദേശത്തെത്തില്ല എന്നും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അടുത്തത് യാക്കോബിന്റെ ലേഖനം. ഇത് അപ്പോസ്തോലനായ യാക്കോബല്ല. ജെറുസലേമിൽ പീഡനമുണ്ടായപ്പോൾ പൗലോസ് ലീഗ കേസറിയയിലേക്ക് പോയി. ജെറുസലേമിൽ അപ്പോഴേക്കും പല അപ്പോസ്തോലന്മാരും കൊല്ലപ്പെട്ടു, പലരും ചിതറിപ്പോയി. പിന്നെ ജെറുസലേം സഭയ്ക്ക് നേതൃത്വം കൊടുത്തത് യേശുവിന്റെ സഹോദരനായ യാക്കോബാണ്. ആ യാക്കോബാണ് ഈ ലേഖനം എഴുതിയത്. ഈ ലേഖനം എഴുതിയതിന്റെ കാരണം, വിശ്വാസികൾ എന്ന് പറയുന്ന പലരുടെയും ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ഒരു ലക്ഷണവും കാണാനില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിഷ്ഫലമാണ്.
നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസികളല്ല എന്ന് പറഞ്ഞെഴുതിയ ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. അടുത്തത് പത്രോസ് എഴുതിയ 1-2 ലേഖനങ്ങൾ. ഒന്നാമത്തെ ലേഖനം പീഡനത്തിൽ കഴിഞ്ഞിരുന്ന വിശ്വാസികളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് എഴുതിയതാണ്. പത്രോസിന്റെ 2ാം ലേഖനം വ്യാജ പ്രബോധനം പഠിപ്പിച്ചവർക്കെതിരെ എഴുതിയതാണ്. തുടർന്ന് യോഹന്നാന്റെ 1, 2, 3 ലേഖനങ്ങൾ. വിശ്വാസത്തിൽ സീനിയേഴ്സ് ആയിരുന്ന ആളുകൾക്ക് വേണ്ടി യോഹന്നാൻ സുവിശേഷം എഴുതിയതുപോലെ തന്നെയാണ് അദ്ദേഹം ലേഖനവും എഴുതിയത്. യോഹന്നാന്റെ 3 ലേഖനങ്ങളുടെയും പ്രമേയം ഒന്നു തന്നെയാണ്. ഈ ലേഖനങ്ങളിലൂടെ അദ്ദേഹം പറയുകയാണ്, വിശ്വാസം സ്വീകരിച്ചവർ ഒടുവിൽ എത്തിച്ചേരേണ്ടത് സ്നേഹത്തിലാണ്. അടുത്തത് യൂദാസിന്റെ ലേഖനം. യൂദാസിന്റെ ലേഖനം പത്രോസിന്റെ 2ാം ലേഖനത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ്. അതും വ്യാജ പ്രബോധകർക്കെതിരെ എഴുതിയതാണ്. ഇനി ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകം നോക്കാം. ഈ പുസ്തകം ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാടാണ്. ആ വെളിപാട് തൻ്റെ ദൂതനെ അയച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തു. യോഹന്നാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഈ പുസ്തകത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഈ പുസ്തകം എഴുതപ്പെടുന്നത് AD 90-100 കാലഘട്ടങ്ങളിലാണ്. ആദ്യത്തെ 3 അധ്യായങ്ങൾ ഈ ഭൂമിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. നീറോ ചക്രവർത്തിയുടെ കാലത്തും അതിനുശേഷം വന്ന ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ഏഷ്യ മൈനറിലെ 7 സഭകളെ. അവർക്കൊരു പ്രത്യാശ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ലേഖനം, ഈ വെളിപാട് അവരുടെ കൈകളിലേക്ക് എത്തുന്നത്. അതായത് പീഡനം അനുഭവിക്കുന്ന സഭകൾക്കാവശ്യമായ പ്രോത്സാഹനം, സഹനത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഉത്തേജനം, തിരുത്തേണ്ട ചില മേഖലകൾ, അതിനെക്കുറിച്ചെല്ലാം ഈ 3 അധ്യായങ്ങൾ പ്രതിപാദിക്കുന്നു. 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ സ്വർഗത്തിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വിവരിക്കുകയാണ്. അതായത് ഈ സഭകൾക്ക് യോഹന്നാനിലൂടെ യേശുക്രിസ്തു പ്രത്യാശ കൊടുക്കുകയാണ്. ഈ ഗ്രന്ഥത്തിൽ അപ്പോകാലിപ്റ്റിക് ശൈലിയാണ് വിശുദ്ധ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രതീകാത്മകമായി വ്യക്തികളും സ്ഥലങ്ങളും വസ്തുക്കളും നമ്പറുകളും ഒക്കെ സൂചിപ്പിച്ച് അവയെ കൂട്ടിയിണക്കിക്കൊണ്ട് രചന നടത്തുന്ന ശൈലിയാണ് അപ്പോകാലിപ്റ്റിക് രീതി. ഇവിടെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ ചില സൂചനകളിലൂടെ പറഞ്ഞു തരികയാണ്. ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശുക്രിസ്തു അന്തിമമായി ജയിക്കും, ദുഷ്ടത തോൽക്കും, അങ്ങനെ വിശ്വസ്തരായ ദൈവജനങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുമെന്നതാണ്. അവസാനമായി ഞാൻ എങ്ങനെയാണ് ഇതെല്ലാം പഠിച്ചതെന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കേരള കത്തോലിക്ക സഭയ്ക്ക് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ് ബഹുമാനപ്പെട്ട ഫാദർ ദാനിയേൽ പൂർണ്ണത്തിൽ. അച്ഛൻ വഴിയായി അനേകം ആളുകൾ ബൈബിൾ പഠിക്കാൻ ഇടവന്നു. 2018 മുതൽ അച്ഛനിലൂടെ ബൈബിൾ പഠിക്കുവാനും അങ്ങനെ ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചു. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഇത് ചെയ്യാൻ സാധിച്ചത്. എൻ്റെ പേര് സ്മിത. ഞാൻ ഒരു അനിമേഷൻ ഡിസൈനർ ആയിരുന്നു. ഇപ്പോൾ ഹോം മേക്കറാണ്. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.